ഇന്നലെ രാവിലെ 4th ജൂൺ മോർണിംഗ് അമേരിക്കയിൽ ചർച്ച നടക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് പോർഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ലെബനാനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച അമേരിക്കയിൽ വെച്ച് നടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വെച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രാവിലെ തന്നെ ഡീൽ ഓക്കെയായി, ഭയങ്കര ആഘോഷമായി, കേക്ക് കട്ടിങ് സംഭവങ്ങളെല്ലാം ആഘോഷമായിട്ട് നടത്തി തീർത്തു. ചർച്ച വളരെ സ്മൂത്താണ്. ലെബനൻ്റെ അമേരിക്കൻ അംബാസിഡർ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ലേഡിയാണ് അവർ, നാദ ഹമദെ മൊവാദ് എന്ന് പറഞ്ഞ ആ ലേഡി. അവർ അപ്രിഷിയേഷൻ, ഇസ്രായേലും ലെബനനും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡീലാണ് ഒപ്പുവെച്ചതെന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞിട്ട് നെതന്യാഹു ഇസ്രായേലിൻ്റെ ഉള്ളിൽ, നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നെതന്യാഹുവും ഇത്താമർ ബെൻഗിവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ, നമ്മൾ ലെബനാനുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, സ്റ്റെപ്പ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഡ്രോൺ പ്ലസ് റോക്കറ്റ് ആക്രമണം. മൊത്തത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വന്നത് 8 ഡ്രോണുകളും 2 റോക്കറ്റുകളുമാണ്. വിവിധ ടൈമിലായിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് നോർത്തേൺ ഇസ്രായേലിൻ്റെ ഭാഗത്ത്, അതുപോലെ മെറ്റുല ഏരിയയിൽ, കിരിയത് ഷിമോന ഭാഗത്തൊക്കെ റോക്കറ്റുകളും ഡ്രോണുകളും ഹെസ്ബോള അയച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ മെജോറിറ്റി ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രവൃത്തിയെ ഇത്താമിർ ബെൻഗിവിർ ശക്തമായ രീതിയിൽ അപലപിച്ചിട്ടുണ്ട്. ഇത്താമിർ ബെൻഗിവിർ ഇസ്രായേലിന്റെ ഇന്റർണൽ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്, മിനിസ്റ്ററാണ്. കൂടാതെ ഫാർ റൈറ്റ് പൊളിറ്റിക്കൽ വിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ഇത്തരത്തിലൊരു ഡീൽ ലംഘനം നടന്നു കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ സംസാരിച്ച് ഓക്കെ ആക്കിയിരിക്കുന്നു, ഉച്ച തിരിഞ്ഞ ഉടനെ തന്നെ അവർ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കൂടി ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ ധരിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നെതന്യാഹുവിൻ്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ശക്തമായിട്ടുള്ള അറ്റാക്ക്. പിന്നെ ഇന്നലെ ഓവർനൈറ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഓവർനൈറ്റ് അറ്റാക്കിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അറ്റാക്ക് നടത്തിയത്. വിവിധ സ്ഥലങ്ങളിലുള്ള ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ ശക്തമായ രീതിയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഓവർനൈറ്റ് ഗാസയിൽ അറ്റാക്ക്. ഗാസയെ വീണ്ടും ഇസ്രായേൽ ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ യെല്ലോ ലൈൻ ഞാൻ കാണിക്കാം. അത് ചുരുങ്ങി ഇപ്പം എന്താ ഇവിടെ ഈ യെല്ലോ റൗണ്ട് അപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ബ്ലൂ കളറിൽ ഇസ്രായേൽ അങ്ങോട്ട് ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ഗാസ ചെറുതായി, ഗാസയും ചെറുതായി. ഗാസയുടെ പോപ്പുലേഷനിൽ ഒരു 20 ലക്ഷം പേര് കാണാനില്ല. അവരെല്ലാം തന്നെ ഓൾമോസ്റ്റ് പുറത്തു പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആ ഇമേജാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഗാസയ്ക്കുള്ളിൽ സെൻട്രൽ ഗാസയിൽ, വെസ്റ്റ് സൈഡിൽ, നോർത്ത് സൈഡിലൊക്കെ ടാർഗറ്റ് ചെയ്ത് ചില പ്രത്യേക കുടുംബങ്ങളുടെ ബിൽഡിംഗ് കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കാരണം ഇവരെല്ലാം തന്നെ ഹമാസിൻ്റെ അനുയായികളാണ്, സപ്പോർട്ടേഴ്സാണ്. അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെ ഒളിപ്പിക്കുന്നത് ഈ ബിൽഡിങ്ങുകളുടെ ഉള്ളിലാണ്. ഇതിൻ്റെ പേരിലാണ് ദ ലബാഡ് ഫാമിലി എന്ന് പറഞ്ഞ അവരുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, അത് അഴിച്ച് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞിരിക്കുകയാണ്. അവിടെ ഏതാണ്ട് 5 ഹമാസ് മെമ്പേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അൽഗോല ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ട്, അവർ നോർത്തേൺ ഗാസയിലാണ്. അവിടെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, 2 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മഹന്ന ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ട്, ആ ഫാമിലിക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും വെസ്റ്റേൺ ഗാസ സിറ്റിയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. വെസ്റ്റേൺ ഗാസ സിറ്റിയിൽ തന്നെയാണ് അറ്റാക്ക് നടത്തി ഈ ബിൽഡിംഗ് ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹമാസ് മെമ്പർ എലിമിനേറ്റഡ്. ടെൽ അൽ ഹവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്, ഇതൊരു ഫാമിലിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. അവിടെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇതും സെൻട്രൽ ഗാസയിൽ തന്നെയാണ്, അതായത് സൗത്ത് വെസ്റ്റ് ഗാസ സിറ്റി. അപ്പം സറൗണ്ട് ചെയ്തുള്ള അറ്റാക്ക്. ടോട്ടൽ 9 ഹമാസ് മെമ്പേഴ്സ് എലിമിനേറ്റഡ് ഇൻ ദിസ് അറ്റാക്ക്. ബാക്ക് ടു ദ ലെബനൻ ഡീലിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാവിലെ ഒപ്പുവെച്ച ലെബനൻ ഡീൽ ഉച്ചയ്ക്ക് ശേഷം പരാജയപ്പെട്ടിരിക്കുകയാണ്. നെയിം കാസിം പറഞ്ഞിരിക്കുന്നത്, ലെബനൻ ഗവൺമെൻറ് ഒപ്പുവെച്ച ഡീൽ ഞങ്ങൾക്ക് ബാധകമല്ല. പ്രത്യേകിച്ച് ഈ ഡീലിൽ സൗത്ത് ലെബനാൻ മൊത്തത്തിൽ ഇസ്രായേലിന് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് ഈ ഡീലിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബാധ്യതയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോ ഡീൽ വിത്ത് ഇസ്രായേൽ, അറ്റാക്ക് തുടരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നെയിം കാസിം എന്ന് പറഞ്ഞ ഹെസ്ബുള്ളയുടെ ലീഡർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇറാനാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറണം, മീൻസ് IDF ട്രൂപ്പ് പിന്മാറണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നാലേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവൂ എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അതിനെ തുടർന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ചില കണ്ടീഷൻസ്, റിവൈസ്ഡ് കണ്ടീഷനിൽ ഇസ്രായേൽ വിൽ കണ്ടിന്യൂ അറ്റാക്ക് ഇൻ ലെബനാൻ, നമ്പർ 1. 2, IDF അവിടെ ഒരു യെല്ലോ ലൈൻ ഇട്ടിട്ട് അവിടെ നിൽക്കും. അവിടെ നിന്ന് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പണിയെടുക്കും. പിന്നെ ഇസ്രായേൽ കയറി പിടിക്കുന്ന സ്ഥലങ്ങളിൽ ലെബനാൻ ജനതയ്ക്ക് തിരികെ വന്ന് താമസിക്കാനൊന്നും കഴിയില്ല. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ
കൺട്രോൾ ചെയ്യും. എവിടെയൊക്കെ ഹെസ്ബുള്ളകളുടെ അഥവാ തീവ്രവാദികളുടെ കേന്ദ്രങ്ങളുണ്ടെന്ന് ഇസ്രായേലിന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ അവിടെയെല്ലാം ഇസ്രായേൽ അറ്റാക്ക് നടത്തും. അതിനൊന്നും ലെബനൻ്റെ കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇസ്രായേൽ ആസ് എ ഫ്രീഡം ഓഫ് ആക്ഷൻ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ ഫർദറായിട്ട് ഹെസ്ബുള്ള ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ റോക്കറ്റുകൾ അയക്കുകയോ ഡ്രോണുകൾ അയക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ബെയ്റൂത്തിൽ അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഒരു സ്ഥലം ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവിടെ എന്തോ ഉണ്ടെന്നുള്ള സസ്പെക്റ്റ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആ സ്ഥലത്ത് സ്കെച്ച് ഇട്ടിരിക്കുന്നത്. ആ സ്ഥലത്ത് അവരെത്തും, ഉറപ്പായിട്ടെത്തും. അങ്ങനെ ഒരു പോയിന്റ് ഇന്നലെ സീസ് ഫയർ ലംഘനം നടന്ന ഉടനെ തന്നെ ഇസ്രായേൽ ആ പോയിന്റ് എഴുതി ചേർത്തിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇനി ഹിസ്ബുള്ള അറ്റാക്ക് നടത്തിയാൽ ഞങ്ങൾ ബെയ്റൂത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും അറ്റാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് പുതിയ ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാപ്പാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അതായത് ലിറ്റാനി റിവർ മാത്രമല്ല, സെഹ്റാനി റിവർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു റിവർ ഉണ്ട്. ആ റിവറിൻ്റെ അപ്പുറത്തേക്ക് നീങ്ങിപ്പോകാനാണ് ഇപ്പം ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ട്രംപിന് പരിമിതികളുണ്ട്, ഒന്നും ചെയ്യാനില്ല. ഇത് വായിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലെബനൻ്റെ ആർമിയും ഇസ്രായേലും വൈകാതെ ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ജോസഫ് ആവോൻ ലെബനൻ്റെ ട്രൂപ്പിനെ സദൻ ലെബനനിലേക്ക് അയച്ചു വെക്കുകയാണ്. പ്രത്യേകിച്ച് ഹെസ്ബുള്ള ഇന്ന് യുനിഫിലിൻ്റെ മേലിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. യുനിഫിലിൻ്റെ നേർക്ക് അതിന് കൃത്യമായിട്ടുള്ള മാപ്പ് സഹിതം ഇസ്രായേൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് യുനിഫിലിൻ്റെ മേലിൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ അല്ല, അത് ലെബനൻ്റെ ഉള്ളിൽ നിന്നും ഹെസ്ബുള്ളയുടെ കേന്ദ്രത്തിൽ നിന്നും വന്ന അറ്റാക്കാണെന്നാണ് തെളിവ് സഹിതം ഇസ്രായേൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് യുനിഫിലിനെ. അവരെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് ലെബനൻ്റെ സൈഡിൽ നിന്ന് വന്ന ആക്രമണമാണെന്നുണ്ടെങ്കിൽ അവർ സഹിക്കും. ഹെസ്ബുള്ളയെ അറ്റാക്ക് ചെയ്തത് ഇറ്റ്സ് ഓക്കെ, നമ്മുടെ പിള്ളേരാണ്, യുനിഫില്ലേ. അല്ലാതെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ കണ്ടംപ്റ്റ് ചെയ്യും, UN വരെ അവർ റേസ് ചെയ്യും, വിഷയം UN എത്തിക്കും. ഇത് ഹെസ്ബുള്ള ആയതുകൊണ്ട് അവർ എവിടെ എത്തിക്കത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് സദൻ ലെബനനിൽ FPV ഡ്രോൺ വെച്ചിട്ട് ഇസ്രായേലിൻ്റെ ആംഡ് വെഹിക്കിളിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഹെസ്ബുള്ള. ഇറാൻ്റെ ഉള്ളിൽ നിന്നും അൽ ഖുദ്സ് ഫോഴ്സിൻ്റെ കമാൻഡറായിട്ടുള്ള ഇസ്മായിൽ കാനിയൊക്കെ വലിയ ഫാമിലിയാണ്. അപ്പോൾ ഈ ഇസ്മായിൽ കാനി പറഞ്ഞിരിക്കുന്നത് ലെബനൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻ്റ് ഫോഴ്സിനെ ഏത് വില കൊടുത്തും നമ്മൾ സംരക്ഷിക്കുമെന്നാണ് കാനിയുടെ വാഗ്ദാനം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഗ്ലോബൽ മുസ്ലിംസിന് ഒരു വേക്കപ്പ് കോൾ എന്നുള്ള നിലയിലാണ് പുള്ളിക്കാരൻ സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് ഭീകരവാദം ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇസ്മായിൽ കാനി കോൾ ഫോർ ഗ്ലോബൽ മുസ്ലിംസ്. എന്തിനാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഗ്ലോബൽ മുസ്ലിംസിനെ ഇരയാക്കാൻ തീരുമാനിക്കുന്നത്? ഇങ്ങനെയാണ് ഭീകരവാദികൾ, തീവ്രവാദി എങ്ങനെയാണ് ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ലെബനൻ്റെ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്ന മേഖല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലെബനൻ്റെ ഫോഴ്സ് സദൻ ലെബനനിൽ വരാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 3 ഏരിയകളിലാണ് അവർ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. ഡെബൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലം, ബ്ലാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം, കെയാം എന്ന് പറഞ്ഞ സ്ഥലം. ഈ 3 സ്ഥലങ്ങളിലും ലെബനൻ്റെ ആർമി ചുമതലയേൽക്കും. അതായത് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ റൂട്ടും കാര്യങ്ങളൊക്കെ ഇവർ മോണിറ്റർ ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും വെപ്പൺ ട്രാൻസ്പോർട്ടേഷൻ തടയുക എന്നുള്ളതാണ്, ഇല്ലീഗൽ വെപ്പൺ ട്രാൻസ്പോർട്ടേഷൻ തടയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇറ്റ് മീൻസ് ദേ ആർ ഇൻഡയറക്ട്ലി സപ്പോർട്ടിങ് ഇസ്രായേൽ ആർമി. ലെബനൻ ആർമി സൊത്താർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇത് ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് ലെബനൻ ആർമി വരികയാണ്. അതായത് ലെബനൻ ആർമി വരുന്ന രീതിയിൽ ഇസ്രായേൽ അവിടെ ഓൾറെഡി തന്നെ ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഈ സൊത്താർ എന്ന് പറഞ്ഞ സ്ഥലം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഹിസ്ബുള്ള ഇല്ല. അതേപോലെ ഇസ്രായേൽ പിടിച്ചെടുത്ത ഒരു കാസൽ ഉണ്ടല്ലോ, ബാഫോർഡ് കാസൽ എന്ന് പറഞ്ഞൊരു കാസൽ, ആ കാസൽ ഇസ്രായേൽ നിലനിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ലെബനന് തിരിച്ചു കൊടുക്കത്തില്ല, അതിൻ്റെ സെക്യൂരിറ്റി ഇസ്രായേൽ നോക്കിക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. مفرق دبان صرنا تحت، صرنا مفرق دبان تحت وما في أي شيء. هيا فاتين على الخيام، صرنا وانا فت على الخيام تقريبا على مفرق الخيام. ഞാനിവിടെ ഒരു ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാം തന്നെ എലിമിനേറ്റഡ് ആണ്. 2-3 പ്രിസൈസ് അറ്റാക്കിലൂടെയാണ് ഈ മേൽ കാണിച്ചിരിക്കുന്ന ഈ വ്യക്തികളെ ഇസ്രായേൽ ഇന്നലെ രാത്രി എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രത്യേകിച്ച് ലെബനനും ഇസ്രായേലും തമ്മിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്രയും എടുത്ത് പറയുന്നത് പറഞ്ഞാൽ, ഈ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ട് അമേരിക്ക ഇറാൻ നെഗോസിയേഷനെ അഫക്റ്റ് ചെയ്യും. അത് പോസിറ്റീവായ രീതിയിൽ മുന്നോട്ട് പോകത്തില്ല. കാരണം ഇറാൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെബനാനിലുള്ള ഹെസ്ബുള്ളകളെ പ്രൈമറി പോയിന്റ് ആയിട്ട് ഇറാൻ എടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചർച്ച അവിടെ പാളുന്നുണ്ട്. പക്ഷേ ട്രംപ് എന്തുകൊണ്ടോ ഇറാനുമായിട്ട് ഡീൽ നടക്കും, ഞാൻ സംസാരിക്കുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ശരിക്കും ട്രംപിന് കോൺഗ്രസിനുള്ളിൽ കിട്ടിയ ഒരു തിരിച്ചടി അതൊരു ഇൻസൾട്ടായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രംപിന് വേണമെങ്കിൽ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട്
പ്രസിഡന്റിൻ്റെ ആ ഒരു പവർ വെച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷ, നാഷണൽ സെക്യൂരിറ്റിയുടെ എമർജൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒപ്പിട്ടുകൊണ്ട് ആക്രമണം വേണമെങ്കിൽ വീണ്ടും തുടങ്ങാം. പ്രധാനമായിട്ട് US കോൺഗ്രസിൻ്റെ അപ്രൂവൽ പോയത് ട്രംപിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം ട്രംപിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പെൻഡിങ് ആണ്. ട്രംപ് ആണെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ നാളുകൊണ്ടേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഉള്ളിൽ കൂടുതൽ ലോൺ വിൽക്കാനും അതിലൂടെ ട്രംപിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖല, റീസ്ട്രക്ചറിങ് മേഖല, ഇത്തരത്തിലുള്ള ട്രംപിൻ്റെ ബിസിനസ് മേഖലകളൊക്കെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നില്ല ഇതുവരെ ബിക്കോസ് ഓഫ് ദിസ് വാർ. നിലവിൽ ഇപ്പോഴും അമേരിക്ക ഇച്ചിരി താഴ്ന്നാണ് നിൽക്കുന്നത്. ഇറാനാണ് ഇപ്പോഴും നെഗോസിയേഷനിൽ അല്ലെങ്കിൽ ഡിമാൻഡിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് തന്നെയാണ്. ട്രംപിന് വേണമെങ്കിൽ ഈ പൊസിഷനിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഇപ്പോഴും വൈകിട്ടില്ല, പക്ഷേ ലെറ്റ് us see. അപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.